വെൽക്കം ടു മൂവി ബ്രാൻഡ്. ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകും ഐശ്വര്യയും. എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. പലപ്പോഴും ഐശ്വര്യയോടുള്ള തങ്ങളുടെ ബച്ചൻ കുടുംബം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അഭിഷേകിന്റെ അച്ഛൻ അമിതാഭ് ബച്ചനുമായും കുടുംബത്തിലെ മറ്റുള്ളവരുമായും വളരെ നല്ല ബന്ധമായിരുന്നു ഐശ്വര്യയ്ക്കുണ്ടായിരുന്നത്. ആനന്ദ് അംബാനിയുടെ വിവാഹ വിരുന്നിനെത്തിയ ബച്ചൻ കുടുംബം ഐശ്വര്യയിൽ നിന്നും അകലം കാണിച്ചത് വലിയ വാർത്തയായിരുന്നു. വിവാഹത്തിന് ബച്ചൻ കുടുംബം ഒന്നിച്ചായിരുന്നു എത്തിയത്. എന്നാൽ ഇവർക്കൊപ്പം ഐശ്വര്യ മകളും ഉണ്ടായിരുന്നില്ല. അഭിഷേക് ബച്ചൻ തന്റെ കുടുംബത്തോടൊപ്പം വന്നപ്പോൾ ഐശ്വര്യ മകളുടെ കൂടെയായിരുന്നു വന്നത്. എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നില്ല. പരസ്യമായി ഇരുവരും ഒരിക്കൽ പോലും പരസ്പരം തള്ളിപ്പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തിട്ടില്ലെങ്കിലും അഭിഷേകിന്റെ അമ്മ ജയ ബച്ചനുമായി ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് പല റിപ്പോർട്ടുകളും പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയ ഐശ്വര്യ റോയിയുടെ ദൃശ്യങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയം. നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞാണ് ഐശ്വര്യ റോയ് കാനിലെ ആദ്യ ദിവസം ക്യാമറകൾക്ക് മുന്നിലെത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിനുള്ള ആധാരം, വിവാഹമോചന അഭ്യൂഹങ്ങളെ തള്ളിക്കളയൽ എന്നീ 2 ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ആണ് ആരാധകരിൽ പലരും പറഞ്ഞിരുന്നത്. ഐശ്വര്യ റോയും ഭർത്താവ് അഭിഷേക് ബച്ചനും അകൽച്ചയിലാണെന്ന് ഏറെ കാലമായി സംസാരിക്കുന്നുണ്ട്. അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്ന സംഭവങ്ങളുണ്ടായി. പൊതുവേദികളിൽ അഭിഷേകിൽ നിന്നും നടന്റെ കുടുംബത്തിൽ നിന്നും ഐശ്വര്യ റോയ് അകലം കാണിക്കുന്നത് ചർച്ചയായിരുന്നു. കുറെ നാൾ ഈ അഭ്യൂഹം തുടർന്നു. പിന്നീട് ഗോസിപ്പുകളെ തള്ളിക്കളഞ്ഞ ഐശ്വര്യ അഭിഷേകിനൊപ്പം വിവാഹ ചടങ്ങുകൾക്കും മറ്റും എത്താൻ തുടങ്ങി. ഇപ്പോഴും ഇവർ തമ്മിൽ പഴയ അടുപ്പമില്ലെന്ന് വാദിക്കുന്നവരുമുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് താരദമ്പതികളെ ക്യാമറയ്ക്ക് മുന്നിൽ ആരാധകർ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഐശ്വര്യ മിക്കപ്പോഴും മകൾ ആരാധയ്ക്കൊപ്പമാണ്. അപൂർവമായ ഇവരെ ഒരുമിച്ച് കാണാറുള്ളൂ. 2007 ഐശ്വര്യയും അഭിഷേക് ബച്ചനും വിവാഹം ചെയ്യുന്നത്. ഒരിക്കൽ കോഫി വിത്ത് കരൺ എന്ന ഷോയിൽ വെച്ച് ഐശ്വര്യയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അഭിഷേക് നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഭാര്യയെയാണോ അമ്മയെയാണോ പേടിയെന്ന് റാപ്പിഡ് ഫയർ റൗണ്ടിൽ ചോദ്യം വന്നു. അമ്മയെയാണ് പേടിയെന്ന് അഭിഷേക് മറുപടി നൽകിയെന്നാൽ ഷോയിൽ ഒപ്പം വന്ന സഹോദരി ശ്വേത ബച്ചൻ തിരുത്താൻ ശ്രമിച്ചു. ശ്വേത പറഞ്ഞു. എന്നാൽ അഭിഷേക് എതിർത്തു. ഇത് എന്റെ റാപ്പിഡ് ഫയർ റൗണ്ടാണ്, മിണ്ടാതിരിക്കുമെന്ന് നടൻ മറുപടി നൽകി. ഐശ്വര്യ റോയ് അഭിഷേക് ബച്ചൻ അഭ്യൂഹങ്ങൾക്കിടെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ടത് ശ്വേത ബച്ചനും അമ്മ ജയം ബച്ചനുമാണ്. രണ്ടുപേരുടെയും ഇടപെടലാണ് വിവാഹ ജീവിതത്തെ ബാധിച്ചത് എന്നാണ് ഐശ്വര്യയുടെ ആരാധകരുടെ വാദം. കടുത്ത അധിക്ഷേപവും പരിഹാസങ്ങളും ട്രോളുകളും വന്നെങ്കിലും ശ്വേത ബച്ചൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം ജയ ബച്ചൻ ഐശ്വര്യയെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞതും ചർച്ചയായിരുന്നു. സ്വന്തം മകളായാണ് ഐശ്വര്യയെ കാണുന്നത് എന്നാണ് ജയ ബച്ചൻ പറഞ്ഞത്. തങ്ങളുടെ മകൾ ശ്വേത വീട്ടിലില്ലാത്ത വിടവ് നികത്തുന്നത് ഐശ്വര്യയാണെന്നും ജയ ബച്ചൻ പറയുന്നു. കോഫി വിത്ത് കരൺ ഷോയിലായിരുന്നു ജയ ബച്ചൻ ഐശ്വര്യയെക്കുറിച്ച് പറഞ്ഞത്. മകൾ ശ്വേത ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചൻ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നുവെന്നും ഐശ്വര്യ റോയ് തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ശൂന്യത ഇല്ലാതായി എന്നും അഭിഷേകിനെ കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷവാനാണെന്നും ഈ ജയ ബച്ചൻ പറഞ്ഞിരുന്നു. തങ്ങൾ ഐശ്വര്യ മരുമകളായി കണ്ടിട്ടില്ല എന്നും മകളെ പോലെയാണ് കണ്ടിരുന്നത് എന്നും ജയ ബച്ചൻ പറഞ്ഞു. ഇതോടൊപ്പം തന്റെ ഭർത്താവ് അമിതാഭ് ബച്ചനെ കുറിച്ചും ജയ സംസാരിച്ചു. തന്റെ മരുമകൾ ഐശ്വര്യയെ വീട്ടിൽ കാണുമ്പോഴെല്ലാം ബച്ചന്റെ കണ്ണുകൾ തിളങ്ങുകയായിരുന്നു. വീട്ടിൽ വരുന്ന ശ്വേതയെ നോക്കി നിൽക്കുന്ന പോലെയാണ് ഐശ്വര്യയും അതേ സ്നേഹത്തോടെ നോക്കിയിരുന്നത്. ശ്വേത പോയപ്പോൾ ഉണ്ടായ ശൂന്യത ഐശ്വര്യ വന്നപ്പോൾ പൂർണ്ണമായി ശ്വേത കുടുംബത്തിലില്ല, മറ്റൊരു കുടുംബത്തിലേക്ക് പോയി എന്നും ഇനി അവൾ ബച്ചൻ ഫാമിലി അല്ലെന്നത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം നേരിട്ടു. അതുപോലെ തന്നെ ഒരിക്കൽ സ്റ്റാൻഡസ്റ്റ് മാസികമായി സംസാരിക്കെ ജയ ഐശ്വര്യയിലെ അമ്മയെയും പ്രശംസിച്ചിരുന്നു. അന്ന് ഐശ്വര്യയെ വണ്ടർഫുൾ മദർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഐശ്വര്യ ഇൻഡസ്ട്രിയിലെ വലിയ താരമാണ്, എന്നിട്ടും തന്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. അവൾ ഒരു ശക്തിയായ സ്ത്രീയാണ്, ഒരു മനോഹരമായ അമ്മയാണ്. മകളെ അവൾ സ്വയം പരിചരിക്കും, എല്ലാ ജോലികളും സ്വയം ചെയ്യുമെന്നുമാണ് മരുമകളെ കുറിച്ച് ജയ പറഞ്ഞത്. ആരാധ്യ ജനിച്ച ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിലെ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ. അമ്മയായ ശേഷം തങ്ങൾ ആരാധിച്ചിരുന്ന ഐശ്വര്യയുടെ രൂപത്തിലുണ്ടായ കാര്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പല ആരാധകർക്കും കഴിഞ്ഞിരുന്നില്ല. പ്രസവശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ പലരും ഇത് ചൂണ്ടിക്കാട്ടിയിരുന്നു. നന്നായി വണ്ണം വെച്ച് എത്തിയ നടിയെ കണ്ട ഐശ്വര്യ തന്നെയാണോ ഇതെന്നാണ് പലരും ചോദിച്ചത്. ഐശ്വര്യയ്ക്ക് എന്തെങ്കിലും രോഗമാണോ അതാണോ ഈ വണ്ണത്തിന് പിന്നിൽ, എന്ത് സംഭവിച്ചു? സാധാരണ പ്രസവശേഷം നടിമാർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാറുണ്ട്. എന്നാൽ ഐശ്വര്യയ്ക്ക് അതിന് കഴിയുന്നില്ലല്ലോ, ഇതെന്തോ രോഗമാണെന്നുള്ള തരത്തിലും ആളുകൾ സംസാരിച്ചിരുന്നു. പിന്നാലെ കടുത്ത ബോഡി ഷേമിങ്ങും താരത്തിന് നേരിടേണ്ടി വന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഐശ്വര്യ ബാധിച്ചതേയില്ല. മുഴുവൻ സമയവും തന്റെ കുഞ്ഞിനൊപ്പം അമ്മയായതിന്റെ സന്തോഷത്തിലായിരുന്നു താരം. എന്നാൽ ഒരു അഭിമുഖത്തിൽ തനിക്ക് വണ്ണം കൂടിയതിനെ കുറിച്ച് ഒരിക്കൽ ഐശ്വര്യ റോയ് സംസാരിച്ചിരുന്നു. അത് സാധാരണയാണ്, എന്റെ കാര്യത്തിൽ സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഭാരം കൂടുകയോ അല്ലെങ്കിൽ വാട്ടർ റിറ്റൻഷൻ സംഭവിക്കുകയോ ചെയ്തത് ശരീരത്തിനുണ്ടായ സ്വാഭാവിക മാറ്റമാണ്. ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. കുഞ്ഞിൽ നിന്നും മാറി നിൽക്കാൻ പറ്റിയ സമയത്ത് ഞാൻ പൊതുവിടങ്ങളിൽ വന്നിട്ടുണ്ട്. വണ്ണം കൂടിയത് ഞാൻ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഞാൻ കൊളിക്കുകയോ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുകയോ ചെയ്തേനെ. പക്ഷേ എന്റെ ചോയ്സ് അതായിരുന്നില്ല. എന്നെ അത് ബാധിച്ചിട്ടില്ല. ആളുകൾ ആ ഡ്രാമ ആസ്വദിച്ചെന്ന് ഞാൻ കരുതുന്നു. ഞാൻ
എന്റെ കുഞ്ഞിനൊപ്പം യഥാർത്ഥ ജീവിതത്തിലെ തിരക്കിലായിരുന്നുവെന്നും ഐശ്വര്യ റായ് പറഞ്ഞിരുന്നു.